കരൺ ജോഹർ, ടി സീരീസ്, ശങ്കർ എഹ്സാൻ ലോയ്, ധർമ്മ പ്രൊഡക്ഷൻസ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊരു ബോളിവുഡ് സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് എന്ന് വിചാരിക്കും. പക്ഷേ മലയാളത്തിൽ വന്നിരിക്കുന്ന ചത്താപ്പച്ച എന്ന സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച പ്രൊഡക്ഷൻ ഹൗസുകളും മ്യൂസിക് പ്രൊഡക്ഷൻ ഹൗസുകളൊക്കെയാണ്. ഭയങ്കര ഹൈപ്പായിരുന്നു കാണാൻ കയറുമ്പോൾ. പിന്നെ അതിനകത്ത് ചെന്നപ്പോഴാണ് വേറെ കുറേ ആളുകൾ ഓർമ്മ വന്നത്. ഹിറ്റ്മാൻ, ഡീസൽ, അണ്ടർടേക്കർ, ഹൾക്ക് ഹോഗൻ, റോക്ക്, ബ്രോക്ക്, കെയ്ന്, ജോൺസീന. ഇവിടുന്ന് അങ്ങോട്ട് 90s കിഡ്സിൻ്റെയും മറ്റ് പല കിഡ്സിൻ്റെയും നൊസ്റ്റാൾജിയ. നമ്മൾ ടി വിയിലും വീഡിയോ കാസറ്റ് വാടകയ്ക്ക് എടുത്തും വരെ കണ്ടിട്ടുള്ള WWE റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പുകളുടെ സെയിം പരിപാടി കോസ്റ്റ്യൂം ഗുസ്തി എന്നുള്ള പേരിൽ ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലുമായിട്ട് നടപ്പാക്കിയിരിക്കുകയാണ് ചത്താപ്പച്ച എന്ന സിനിമയിലൂടെ. ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് ചത്താപ്പച്ച എന്ന് പറയുന്ന ലോക്കൽ സ്ലാങ്ങിനുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടക്കത്തിൽ മൊത്തത്തിലൊരു കഥാതന്തു, ഈ സിനിമയ്ക്കകത്തെ ഇമോഷണൽ ട്രാക്കൊക്കെ പോകുന്നത് ഒരു 90കളിലെയോ ഒക്കെ ഇമോഷണൽ ട്രാക്കുകൾ പിടിച്ചിട്ടൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു ഇമോഷണൽ ട്രാക്കിൻ്റെ കഥ തന്തൊക്കെ പോകുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് പുതുമയൊന്നും തോന്നിയില്ല. എങ്കിലും ഫസ്റ്റ് ഹാഫിന് തൊട്ട് മുന്നേ ഈ WWE പരിപാടി തുടങ്ങുന്ന സമയം മുതൽ ഈ സിനിമ ഒരു അഗ്രസീവ് കഥ പറച്ചിൽ രീതിയിലേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് തിയേറ്ററിലുള്ള എല്ലാ കാണികളും സിനിമ വളരെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് അവസാനം വരെ ക്ലൈമാക്സ് വരെ കണ്ടുപോകുന്നുണ്ട്. ഒരു അഡ്രിനാലിൻ രക്ഷ തരാനെതിരെ ആക്ഷൻ സീക്വൻസുകൾക്ക് കഴിയുന്നുണ്ട്. അഭിനയിച്ചിരിക്കുന്നവരുടെ പെർഫോമൻസ്, അർജുൻ അശോകൻ, ഞാൻ തന്നെ മുന്നേ സുമതി വളവ് എന്ന സിനിമയുടെ റിവ്യൂ എഴുതിയപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട്. ദിസ് മൂവി വിൽ ബി ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും അർജുൻ അശോകൻ. അതിനു മുന്നും പല സിനിമകളിലും അർജുൻ അശോകൻ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും ബോക്സ് ഓഫീസ് കണക്കുകൾ അല്ലെങ്കിൽ ഒരു ക്രൗഡ് പുള്ളിംഗ് ഇമേജ് അർജുൻ അശോകന് കിട്ടുന്നത് സുമതി വളവോട് കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം അർജുൻ അശോകന് വേണ്ടി സിനിമകൾ ഉണ്ടായി തുടങ്ങി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തലവര എന്ന് പറയുന്ന സിനിമ വളരെ നല്ല പെർഫോമൻസ് ആണെങ്കിലും അതിന് വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചോ എന്ന കാര്യം സംശയത്തിലാണ്. ഈ സിനിമയിൽ വന്നപ്പോൾ ഒരു മാസ് ഹീറോ എന്ന രീതിയിൽ തന്നെ അർജുൻ അശോകൻ ഉയർന്നു വന്നിരിക്കുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതേ മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ അർജുൻ അശോകന് സാധിക്കട്ടെ. പിന്നെ ആസ് യൂഷ്വൽ റോഷൻ, ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സിനിമയിലും, വിജയിച്ച സിനിമകളിലും നല്ല സിനിമകളിലും മോശം സിനിമകളിലും പരാജയപ്പെട്ട സിനിമകളിലും ഒക്കെ എനിക്ക് റോഷൻ്റെ അഭിനയം കണ്ടിരിക്കാൻ വളരെ ഇഷ്ടമാണ്. അത് ഇതിലും വളരെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ വിശാഖ്, ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ഒരു വില്ലൻ കഥാപാത്രം ഇതിലും ഒരു വില്ലൻ കഥാപാത്രമായിട്ട് തുടരുന്നു. പക്ഷേ ക്ലൈമാക്സിലെ ഫൈറ്റ് സീനുകളും അവൻ്റെ മൊത്തത്തിലുള്ളൊരു സ്വാഗും എല്ലാം പൊളിച്ച് കൈ തന്നിട്ടുണ്ട്. ക്ലൈമാക്സിൽ ഇപ്പോൾ സർപ്രൈസ് അല്ലാത്ത അതിഥി താരം കെമിയോ ബുള്ളറ്റ് വാൾട്ടർ എന്ന കഥാപാത്രമായിട്ട് വരുന്ന മമ്മൂട്ടി. ഞാൻ ആദ്യ ദിവസം സിനിമ കണ്ടതുകൊണ്ട് തിയേറ്ററിൽ മമ്മൂട്ടിയുടെ വരവിന് ഭയങ്കരമായ കയ്യടിയും ഭയങ്കരമായ കരഘോഷവും ലഭിച്ചു. പക്ഷെ അതിന് ശേഷം മമ്മൂട്ടിയുടെ വരവിന് ശേഷം മമ്മൂട്ടിക്ക് കാര്യമായി എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ ആ ഒരു കുറവ് മറികടക്കാൻ എന്നുള്ള വാദം വിശാഖും റോഷനും അർജുൻ അശോകനും എല്ലാവരും കൂടി ക്ലൈമാക്സ് ഫ്ലൈറ്റ് തകർത്ത് പൊരിച്ച് കൈ തന്നിട്ടുണ്ട്. രസമാണ് കണ്ടിരിക്കാൻ. എന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര വലിയ സിനിമയോ അങ്ങനെയൊന്നുമല്ല. ഫസ്റ്റ് ഹാഫ് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിന് തൊട്ട് മുന്നെയാണ് ട്രാക്കിൽ വീഴുന്നത്. അതുവരെയുള്ള ഇമോഷൻ ട്രാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ, അത്രയ്ക്ക് അങ്ങ് ഒരു പുതുമ തോന്നുന്ന ഇമോഷൻ ട്രാക്കൊന്നുമല്ല. പക്ഷേ ഈ ചെറിയ ശരീരങ്ങളും വെച്ച് ഇവർ 3-4 പേര് കാണിക്കുന്ന മാസ് പരിപാടികൾ നമ്മൾക്ക് വർക്കാവുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പെർഫെക്ഷനോട് കൂടി അത് മേക്ക് ചെയ്തത് കൊണ്ടാണ്, ഇവരൊക്കെ അതിനു വേണ്ടി എഫർട്ട് ഇട്ടത് കൊണ്ടാണ് എല്ലാവരും ഈ വിജയം അർഹിക്കുന്നു. ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് മോളിവുഡിന് വീണ്ടും കിട്ടിയിരിക്കുന്നു. ചത്താപ്പച്ച എൻ്റെ ടീമിന് കൺഗ്രാജുലേഷൻസ്.